തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. നടത്തിയ അപ്രതീക്ഷിത മുന്നേറ്റം സിറ്റിംഗ് സീറ്റുകളിൽ ഉയർത്തുന്ന കനത്ത വെല്ലുവിളി നേരിടാൻ വമ്പൻ നീക്കവുമായി സി.പി.എം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ മകൻ വി.എ. അരുൺകുമാറിനെ മത്സരിപ്പിക്കാനാണ് പാർട്ടി ആലോചിക്കുന്നത്. അരുൺകുമാർ മത്സരിക്കുമെന്നാണ് സി.പി.എം. വിലയിരുത്തൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കായംകുളത്തും മലമ്പുഴയിലും ബി.ജെ.പി. വൻ നേട്ടമുണ്ടാക്കിയിരുന്നു. പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായ ഈ രണ്ട് സിറ്റിംഗ് സീറ്റുകളിലും ഇത്തവണ വിജയം ഉറപ്പിക്കുക എന്നത് സി.പി.എമ്മിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. ഈ പ്രതിസന്ധി മറികടക്കാനും ബി.ജെ.പി. ഉയർത്തുന്ന ഭീഷണി നേരിടാനും വി.എസിന്റെ പൊതുസമ്മതിയും വി.എസ്. ഇഫക്റ്റും വോട്ടാക്കി മാറ്റാനാണ് നേതൃത്വം ലക്ഷ്യമിടുന്നത്. ഇതിനൊപ്പം ആലപ്പുഴയിൽ ജി. സുധാകരനും എതിർപ്പിലാണ്. ഇത് മറികടക്കാൻ കൂടി വേണ്ടിയാണ് ഈ നീക്കം. ഹാട്രിക് വിജയത്തിന് വി.എസ്. ഫാക്ടർ അനിവാര്യമാണെന്ന് സി.പി.എം. തിരിച്ചറിയുന്നുണ്ട്. ആലപ്പുഴയിലെ കായംകുളം മണ്ഡലത്തിനാണ് അരുൺകുമാറിനായി പ്രഥമ പരിഗണന നൽകുന്നത്. നിലവിലെ എം.എൽ.എ. യു. പ്രതിഭ 2 തവണ വിജയിച്ച സാഹചര്യത്തിൽ ഇത്തവണ അവർക്ക് ഇളവ് ലഭിച്ചില്ലെങ്കിൽ പകരക്കാരനായി അരുൺകുമാറിനെ പരിഗണിക്കാനാണ് സാധ്യത. കായംകുളത്ത് ബി.ജെ.പിക്കായി ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമെന്നാണ് സൂചന. ഈ സാഹചര്യത്തിലാണ് നീക്കം. വി.എസ്. ദീർഘകാലം പ്രതിനിധീകരിച്ച പാലക്കാട്ടെ മലമ്പുഴ മണ്ഡലവും പരിഗണനയിലുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ ക്ഷീണം മാറ്റാനും മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കാനും ജനപക്ഷ പ്രതിച്ഛായയുള്ള ഇത്തരം സ്ഥാനാർത്ഥി നിർണയങ്ങൾ അനിവാര്യമാണെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. മലമ്പുഴയിൽ തദ്ദേശത്തിൽ ബി.ജെ.പി. ഏറെ നേട്ടമുണ്ടാക്കി. കൃഷ്ണകുമാർ മലമ്പുഴയിൽ മത്സരിക്കുമെന്നാണ് ബി.ജെ.പി. നൽകുന്ന സൂചന. ഇതുകൂടി പരിഗണിച്ചാണ് നീക്കം. നിയമസഭയിൽ സി.പി.എമ്മിന്റെ കുത്തക സീറ്റാണ് മലമ്പുഴ. ഐ.എച്ച്.ആർ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടറായ അരുൺകുമാറിന് മത്സരിക്കണമെങ്കിൽ ഔദ്യോഗിക പദവി രാജിവെക്കേണ്ടതുണ്ട്. കൂടാതെ അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്നും പാർട്ടി നിർദ്ദേശിക്കുന്നുണ്ട്. പാർട്ടി അംഗമല്ലെങ്കിലും സ്ഥാനാർത്ഥിയാകുന്നതിന് തടസ്സമില്ല. വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും ഔദ്യോഗികമായി ആരും തന്നെ സമീപിച്ചിട്ടില്ലെന്നാണ് അരുൺകുമാറിന്റെ പ്രതികരണം. അനൌദ്യോഗിക ചർച്ചകൾ സജീവമാണെങ്കിലും സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച ഔദ്യോഗിക നടപടികളിലേക്ക് പാർട്ടി കടന്നിട്ടില്ല. അരുൺകുമാർ മുമ്പ് പാർട്ടി അംഗമായിരുന്നു. അന്ന് വി.എസിനെ വേദനിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഇടപെടലിൽ അരുൺകുമാറിന്റെ പ്രവർത്തന മണ്ഡലം ആലപ്പുഴയിൽ നിന്നും മാറ്റി. അന്നത് വലിയ വിവാദമായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. നടത്തിയ അപ്രതീക്ഷിത മുന്നേറ്റം സിറ്റിംഗ് സീറ്റുകളിൽ ഉയർത്തുന്ന കനത്ത വെല്ലുവിളി നേരിടാൻ പുതിയ നീക്കവുമായിട്ടാണ് സി.പി.എം. വന്നിരിക്കുന്നത്. എന്തായാലും അരുൺകുമാറിനെ മത്സരിപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ പാർട്ടിയുടെ ആലോചന. അരുൺകുമാർ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായ സിറ്റിംഗ് സീറ്റുകളിൽ ഇത്തവണ വിജയം ഉറപ്പിക്കുക എന്നതാണ് സി.പി.എമ്മിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി.